1946 സമസ്തയുടെ കാര്യവട്ടം സമ്മേളനത്തിൽ മദ്രസ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, മദ്രസ എന്ന് പറഞ്ഞാൽ പോരാ, മദ്രസ മുമ്പുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ബോർഡായിട്ടും കാര്യമില്ല. ബോർഡിന് അന്നൊന്നും പേരൊന്ന, പിന്നെ ബോർഡിന് പേര് മാറ്റിയിട്ട് കാര്യമില്ല. അതാ ബോർഡ്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. ഇതാണ് ബാപ്പക്ക് തങ്ങൾ ഉണ്ടാക്കിയ ബോർഡ്. ഇനി ബോർഡ് പല ആളുകൾക്ക് ഉണ്ടാക്കാം. അതൊക്കെ അവനാം ബോർഡുകൾ മാത്രമാണ്. അതിനൊന്നും ബാപ്പക്ക് തങ്ങളെ ബോർഡ് എന്ന് പറയില്ല. ബാപ്പക്ക് തങ്ങളുടെ ബോർഡിന്റെ പേര് അന്നും പേര് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. ഇന്നും പേര് അങ്ങനെ തന്നെയാണ്. ചിന്തിക്കണം. അന്നും പേര് ഇന്നും പേരതാ. അതിൽ കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. അങ്ങനെയാണ്. അല്ല, അന്നും പേര് ഇന്നും പേരതാ. 1946 സമസ്തയുടെ കാര്യവട്ടം സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവന്നു മദ്രസ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി. 5 കൊല്ലം പിന്നെ കഠിനാധ്വാനം ചെയ്തു. ഉസ്താദുമാരെ കൊണ്ട് അവരടുത്ത് പോയി സംസാരിച്ച് സമ്മതിപ്പിച്ച് 1951 സമസ്തയുടെ വടകര സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അടിത്തറക്ക് സമ്മതം വാങ്ങിയ ആരാ? ഈ ഉമ്മത്തിന്റെ പരിഷ്കർത്താവ്, ഈ ഉമ്മത്തിന്റെ മുജദ്ദിദായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ. അല്ലാഹു ജന്നാത്തുൽ നഈമിൽ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അവരെ കൂടെ ഹബീബായ നബിയിലേക്ക് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, കണ്ടില്ലേ തൗഫീഖ്? ആ മനുഷ്യന്റെ തൗഫീഖ് എന്താ? ആ മനുഷ്യന്റെ തൗഫീഖ് നിസ്കാരക്കണക്കും നമസ്കാരവും അമലിയാത്ത് ദീനിയാത്ത് പഠിക്കുന്ന 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് സമസ്തക്കുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. അതൊന്നും തകരുകയുമില്ല. അത് തകർക്കാനൊന്നും ആർക്കും സാധ്യമല്ല. നമ്മൾ ആമീൻ പറഞ്ഞത് അത് നമ്മൾ ആമീൻ കൊണ്ട് നിലനിൽക്കാൻ വേണ്ടിയല്ല. അതിന് ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ കൂടിയാൽ നമുക്കും രക്ഷപ്പെടാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ ആമീൻ പറഞ്ഞിട്ടാണ് അത് രക്ഷപ്പെടുന്നതെന്ന് വിചാരിക്കണ്ട. ആമീൻ പറഞ്ഞു കൊടുത്താൽ നമ്മളും രക്ഷപ്പെടും. നമ്മൾ ബാങ്ക് കേട്ടാൽ ബാങ്കിന് ദ്വാ ചെയ്യും. ഞാൻ ഈ ദ്വാന്റെ അർത്ഥം ആലോചിച്ച് എപ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കാറുണ്ട്. സത്യം ചിരിക്കേണ്ട ഒരു ദ്വാണത്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. ഹബീബ റസൂലുള്ളാഹിക്ക് നീ മഖാം മഹ്മൂദ് നൽകണമേ. അല്ലദീ വഅദ്തഹു, നീ കൊടുക്കാൻ നേരത്തെ കരാറും ചെയ്തിട്ടുണ്ടല്ലോ. അള്ളാഹ് കരാർ ചെയ്ത് കൊടുക്കാൻ ഈ വരേണ്ട ആവശ്യമില്ല. അല്ല, അള്ളാഹ് ആരാ? നിന്റെ നാട്ടിലെ അവറാൻ കുട്ടിയാച്ചിയാണ്. അവറാൻ കുട്ടിയാച്ചി 10,000 രൂപ അലവിക്കുട്ടിക്ക് കൊടുക്കാൻ ഏറ്റിരുന്നു. പിന്നെ അവറാഞ്ചൻ കുട്ടി മുമ്പ് ഏറ്റതൊക്കെ കൊടുക്കാത്ത ഒരു സമ്പ്രദായം അയാൾക്ക് ഉണ്ട് താനും. എന്നാലും ഇടക്കിടക്ക് കാണുമ്പോഴൊക്കെ പറഞ്ഞു, നമ്മൾ അലവിക്കുട്ടിനെ അവിടുത്തെ കല്യാണം അടുത്തിട്ടുണ്ട്, ആ 10,000 മറക്കരുത്. പിന്നെയും പറയണം. കാരണം ജീവിതത്തിൽ ഒരുപാട് കാര്യം മാറിയ അനുഭവം അവറാൻ കുട്ടിയാജിക്ക്. ഇതങ്ങനെയാണോ നിന്റെ നാട്ടിൽ അവറാൻ കുട്ടിയാജിയാവുള്ളൂ? അല്ലദീ വഅദ്തഹു, ഈ കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെന്തിനാ ഈ വരേണ്ട ആവശ്യം? എന്നെ പോലത്തെ ഇത്ര പോകുന്ന 3.5 ഫൂട്ടുള്ള ഗളിവർ പറയണോ അള്ളാഹ് കൊടുക്കാൻ? നീ എന്തിനാ അള്ളാഹുവോട് പറഞ്ഞത്? റെക്കമെൻഡ് ചെയ്താല് കൂട്ടത്തിൽ കൂടാ. സാലിഹ്യങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ കൂടാ. നിരീശ്വരവാദികൾക്ക് റെക്കമെൻഡ് ചെയ്ത കൂട്ടത്തിൽ കൂടാ. അല്ല, അത്രേ ഉള്ളൂ. ആരെ കൂട്ടത്തിൽ റെക്കമെൻഡ് ചെയ്ത അവരെ കൂട്ടത്തിൽ കൂടാ. അത്രേ ഉള്ളൂ. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എന്നതുപോലെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ഖബറിലേക്ക് 10 ലക്ഷക്കണക്കിന് കുട്ടികളുടെ എല്ലാ ഉലൂമിന്റെയും ഒരു മിസ്ർ തവാബ് ആ ഖബറിലേക്ക് ലഭിക്കുകയാ. ഇവിടെ ഈ നിസ്കാരം, ഈ നോമ്പ്, ഇതൊക്കെ വളർന്നു വരാനുള്ള ഒരു കാരണക്കാരനാ മനുഷ്യനല്ലേ? അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, എവിടെയാ മരിച്ചത്? അമലിന്റെ മറ്റൊരു പൂർത്തീകരണമായ ബഹുമാനപ്പെട്ട ഹജ്ജിന്റെ വേളയിൽ തവാഫിന്റെ ഇടയിൽ നിന്നാണ് മത്താഫിന്ന് പിടിച്ചുകൊണ്ടുപോയത്. അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. അന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. അന്ന് രാത്രി ചെയ്യേണ്ട വിരുദുകൾ ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി എല്ലാ പ്രവർത്തനങ്ങളും അന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം നടത്തിയിട്ടുണ്ട്. മറ്റ് ഹജ്ജാദ് റാത്തീബ് ചൊല്ലിയിട്ടുണ്ട്. ഔറാദ് മുഴുവനും ചൊല്ലിയിട്ടുണ്ട്. ക്ഷീണം തോന്നിയപ്പോൾ തവാഫിനിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയതാ. ഫാത്തായി ഹജ്ജിനിടയിൽ വഫാത്തായി പോയവരാ. യഖൂമു മിൻ ഖബരിഹി മുലബ്ബിയാ ഖാല റസൂലുള്ളാഹി, തൽബിയത്ത് ചൊല്ലി എണീക്കും എന്ന് മുസ്തഫ നബി പറഞ്ഞു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക
ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. എവിടെയാ മരിച്ചു കിടക്കുന്നത്? മരണം വിഷയമല്ലേ മുഅ്മിനേ? മരണം വിഷയമല്ലേ മുഅ്മിനേ? മരിച്ചു കിടക്കുന്നത് എവിടെയാ? ഖദീജാ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ. ആരാണ് ഖദീജാ ബീവി? സയ്യിദത്തു സയ്യിദാത്തി നിസാഇ അഹ്ലിൽ ജന്ന. നേതൃമതികളായ സ്വർഗീയ നേതൃമതികളായ വനിതകളിൽ നേതൃസ്ഥാനത്താണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 4 പെണ്ണുങ്ങളാണ് നേതൃമതികൾ എന്ന് ഹബീബാനബി പറഞ്ഞു. ഒന്ന് ആയിഷ ബീവിയും ഒന്ന് മറിയം ബീവിയുമാണ്. അവർ റസൂലുള്ളാഹിന്റെ പരലോകത്തെ ഭാര്യമാരാണ്. എന്നാൽ ഖദീജ ബീവി ഈ ലോകത്തും ഭാര്യയാണ്, പരലോകത്തും ഭാര്യയാണ്. പിന്നൊരു ഫാത്തിമ ബീവിയ. ഫാത്തിമ ബീവിയേക്കാൾ മഹത്വം ഖദീജ ബീവിക്ക് തന്നെ. എന്തുകൊണ്ട്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് മക്കളുടെ സ്വർഗം. ഫാത്തിമ ബീവിയുടെ സ്വർഗം ഖദീജ ബീവിയുടെ കാൽച്ചുവട്ടിലാണ്. റളിയല്ലാഹു അൻഹുമാ റളിയല്ലാഹു അൻഹുമാ. ആ കാലിന്റെ ചുവട്ടിലാ കിടക്കുന്നത്. ആ വിജ്ഞാനത്തിന്റെ ആ ഇൽമിന്റെ പ്രസരിപ്പ്, ഹബീബായ റസൂലുള്ളാഹിന്റെ സാന്ത്വന സുന്നത്തിന്റെ പ്രസരിപ്പ് മലയാളക്കരയിൽ പ്രചരിപ്പിച്ച മഹാനായ യശസ്വീരനായിരുന്ന മഹാനായ ബാബക്ക് തങ്ങൾ റഹിമഹുല്ലാഹ്. മരണത്തിന് വിലല്ലേ? മരണത്തിന് വിലല്ലേ? അല്ലാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ. എന്നാൽ ശേഖനൂര് എങ്ങനെയാ മരിച്ചത്? ആർക്കറിയും? എവിടെയാ ഖബർ? ആർക്കറിയും? ആർക്കെങ്കിലും ഖബർ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ കഴിയില്ല. പറഞ്ഞിരുന്നതിന് മുമ്പ് മൊബൈലിലൊക്കെ വീട്ടിലേക്കൊന്ന് വിളിച്ചറിഞ്ഞാൽ മതി. ഞാൻ ഇനി വരില്ല. അതൊക്കെ പറഞ്ഞിട്ട് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ശേഖനൂരിന്റെ ഖബർ ഇന്നടത്തന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞോ കൊടുക്കും. ചിന്തിക്കുക എന്തേ എന്തേ വൽആഖിബതു ലിൽ മുത്തഖീൻ വൽആഖിബതു ലിൽ മുത്തഖീൻ. സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ കൂടെ നിൽക്കുക. വആഖിറു അൽഫാലിൽ അറാനി മുഖാലിനു ബിഅൻഫാസിഹിൽ ലുഖറല്ല തീലം തുആഖബി. സുബഹിക്ക് ബാങ്ക് കൊടുത്തു. ബാങ്കിന് ജവാബ് ചെയ്തു ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. ബാങ്കിന്റെ അവസാനത്തെ വാക്ക് ഏതാ? ബാങ്കിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടച്ചു, കണ്ണടച്ചു, കഴിഞ്ഞു. ഇതാ മഹാനായ നേതാവ് ശംസുൽ ഉലമക്ക് ശേഷം ഇതാണ് സമസ്ത ആകെ കണ്ണുള്ളവനെ. എടാ ആകെ കണ്ണുള്ളവനെ, ഇതാണ് സമസ്ത. ഇന്ന് ചെറുശ്ശേരിയും കാളമ്പാടിയും ആ കാളമ്പാടി ഉസ്താദും ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരും നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് സമസ്ത. അകക്കാമ്പുള്ളവനെ, അകക്കണ്ണുള്ളവനെ, ഇതാണ് സമസ്ത. ഇതാണ് ദീനിന്റെ ദഅവത്തിന്റെ സംഘടിത ശൈലി. ഇതാണ് മുഅ്മിനീങ്ങളുടെ പന്ഥാവ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ ആക്ടിവിറ്റീസ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ യൂണിറ്റി. ഇതാണ് മുഅ്മിനീങ്ങളുടെ മഹത്വത്തിന്റെ പന്ഥാവ്. അല്ലാഹു ആ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. വീണ്ടും തെളിയിച്ചില്ലേ? ബാങ്കിന് ജവാബ് കൊടുത്തു മരിച്ചു ഒരു നേതാവ്. അതിനുശേഷം ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മഹാനാണ് ആര്? മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ. ചിന്തിക്കണില്ലേ? കലിമ ചൊല്ലി പിന്നെ മിണ്ടിയിട്ടില്ല. കലിമ ചൊല്ലി മരിച്ചു. 100 കണക്കിന് ആളുകൾ സാക്ഷിയായപ്പോൾ മരിച്ചു. കലിമല്ലി മരിച്ചു. എന്ന് മരിച്ചു? വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. വെള്ളിയാഴ്ച രാവിലെ മരിച്ച ആളുകൾക്ക് അല്ലാഹു ഖബറിൽ ഇൽഹാമ ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കലിമ ചൊല്ലിയ ഒരാൾ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ ഖബറിൽ ഇൽഹാം ഉണ്ടാവും. പഠിച്ചവനെ എനിക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ, തൗഫീഖ് ചെയ്യണം പഠിച്ചവനെ, തൗഫീഖ് ചെയ്യണം റബ്ബേ. അതിന് പുറമെ അത് റജബിന്റെ ആദ്യത്തെ രാത്രിയാ. ആ രാത്രി മുതലാണ് ഹബീബായ റസൂലുള്ളാഹി ദുആ തുടങ്ങിയത്. അല്ലാഹുമ്മ ബാരിക് ലനാ ചിന്തിക്ക്. പണത്തിന്റെ കൊഴുപ്പല്ല, ഈമാനുള്ളവരെ ഇതിന്റെ താഴെ ഒരാളും സിന്ദാബാദ് വിളിക്കാനുണ്ടാവുകയില്ല. ഒരു ഭരണകൂടത്തിന്റെ പിന്തുണയും ഒരു പോലീസിന്റെ പട്ടാളത്തിന്റെ പിന്തുണ